ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ നമ്മൾ പലപ്പോഴും നിരാശയോടെ നിന്നിട്ടില്ലേ? എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയാതെ, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പലപ്പോഴും തളർന്നു പോയിട്ടില്ലേ? പരിശ്രമങ്ങൾ ഫലം കാണാതെ വരുമ്പോൾ ശ്രമിക്കുന്നത് നിർത്തി പിന്മാറാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ പ്രയത്നങ്ങളെയും പ്രാർത്ഥനകളെയും എങ്ങനെ കാണുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 7:7 വചനം ഇപ്രകാരം പറയുന്നു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വളരെ സുപരിചിതമായ ഒരു വചനമാണിത്, വളരെ ശക്തമായ ഒരു വചനമാണിത്. ഗലീലയിലെ മലമുകളിൽ വെച്ച് ആയിരക്കണക്കിന് സാധാരണക്കാരോട് സംസാരിക്കുകയായിരുന്നു കർത്താവ്. റോമാക്കാരുടെ അടിച്ചമർത്തലിലും ദാരിദ്ര്യത്തിലും ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് സ്വന്തം ഭാവിയിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അധികാരികളുടെയോ മതനേതാക്കളുടെയോ ദയക്കായി അവർ യാചിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയുള്ള ജനങ്ങളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പ്രപഞ്ചനാഥനുമായി നേരിട്ട് ഒരു ബന്ധമുണ്ട്. നിങ്ങൾ നിഷ്ക്രിയരായി ഇരിക്കേണ്ടവരല്ല. ചോദിക്കാനും അന്വേഷിക്കാനും മുട്ടാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നിങ്ങൾക്കുണ്ട്. കർത്താവ് പറഞ്ഞു, ചോദിപ്പീൻ, അഥവാ പ്രാർത്ഥന നിർത്തരുത്. യേശു ആദ്യം പറയുന്നത് ചോദിപ്പീൻ. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുക. നാം തന്നെ തിരിച്ചറിയണം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഭയമില്ലാതെ കർത്താവിനോട് തുറന്നു പറയണം. നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ ഭയങ്ങൾ പറയാം, നമ്മുടെ കണ്ണുനീർ പറയാം, നമ്മുടെ സ്വപ്നങ്ങൾ പറയാം. ദൈവത്തോട് സംസാരിക്കാൻ വലിയ വാക്കുകളുടെ ഒന്നും ആവശ്യമില്ല. സത്യസന്ധമായ ഒരു ഹൃദയം മതി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവത്തോട് ചോദിക്കുക എന്നത് നമ്മുടെ ഇഷ്ടം നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് നേടുക എന്നല്ല. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അവൻ്റെ ഇഷ്ടത്തിലും സമയത്തിലും വിശ്വസിക്കുക എന്നതാണ്. അടുത്തത് എന്താ പറഞ്ഞ്? അന്വേഷിപ്പിൻ. പ്രവർത്തനമുള്ള ഒരു വിശ്വാസമാണ് ഇത്. യേശു പറയുന്നത് വെറും ചോദിക്കൂ എന്നല്ല, അവൻ പറയുന്നു അന്വേഷിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ ചില ഉത്തരങ്ങൾക്കായി നാം പ്രാർത്ഥിക്കണം, പക്ഷേ അതോടൊപ്പം ശരിയായ വഴിയും അന്വേഷിക്കണം. ജോലി വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയും അവസരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണം. വിദ്യാഭ്യാസത്തിൽ മുന്നേറണമെങ്കിൽ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ പ്രാർത്ഥിക്കുകയും വിവേകത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. വിശ്വാസം പ്രവർത്തനരഹിതമായ കാത്തിരിപ്പല്ല. വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശക്തിയാണ്. അടുത്തെന്താ പറഞ്ഞേ? മുട്ടുവേൻ. വാതിലടഞ്ഞാലും ശ്രമം നിർത്തരുത്. ഇതാണ് ഈ വചനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഭാഗം. ഒരു വാതിൽ അടഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. ഒരു ജോലി വേണം, ഒരു അവസരം വേണം, ഒരു പരിഹാരം വേണം, ഒരു ബന്ധം വേണം, ഒരു ബന്ധത്തിൽ സമാധാനം വേണം, ഒരു രോഗത്തിൽ സൗഖ്യം വേണം, ഒരു പ്രശ്നത്തിന് ഉത്തരം വേണം. പക്ഷേ വാതിൽ തുറക്കുന്നില്ല. അത്തരം സമയത്ത് നാം യേശുവിനോട് പറയുന്നത് ചോദിക്കൂ, അന്വേഷിക്കൂ, മുട്ടൂ. അതായത് പ്രത്യാശ കൈവിടരുത്, ദൈവത്തെ തേടുന്നത് നിർത്തരുത്. നമ്മൾ മുട്ടുന്നു, തുറന്നില്ല, വീണ്ടും മുട്ടുന്നു, ഇപ്പോഴും തുറന്നില്ല. എന്നാൽ യേശു പറയുന്നു മുട്ടുവീൻ. അതായത് ശ്രമം നിർത്തരുത്. ഇന്നൊരു അവസരം നഷ്ടപ്പെട്ടാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ജീവിതം അവസാനിച്ചിട്ടില്ല. ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ സ്വപ്നം അവസാനിച്ചിട്ടില്ല. ഒരു ബന്ധം തകർന്നാൽ നമ്മുടെ ജീവിതത്തിന് മൂല്യം അവസാനിച്ചിട്ടില്ല. ആരും നമ്മളെ മാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നിട്ടില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ മറന്നു എന്ന് കരുതരുത്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തേക്കാൾ വ്യത്യസ്തമായിരിക്കാം. പിന്നെ എല്ലാ വാതിലുകളും നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. ഇവിടെ ഒരു പ്രധാന കാര്യം നാം മനസ്സിലാക്കണം. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന വചനം കേട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തീർച്ചയായും നൽകുമെന്ന അർത്ഥമാക്കരുത്. ചിലപ്പോൾ നാം മുട്ടുന്ന വാതിൽ ദൈവം തുറക്കില്ല. കാരണം അത് നമ്മുടെ നന്മയ്ക്കുള്ള വാതിലായിരിക്കണമെന്നില്ല. അപ്പോൾ നാം നിരാശപ്പെടേണ്ടതില്ല. അടഞ്ഞ വാതിലും ചിലപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമായിരിക്കാം. അതുകൊണ്ട് ചോദിക്കാം, അന്വേഷിക്കാം, മുട്ടാം. പക്ഷെ അവസാനം കർത്താവേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാനുള്ള വിശ്വാസവും ഉറപ്പും നമുക്ക് വേണം. പ്രാർത്ഥന നിർത്തരുത്, ദൈവത്തെ അന്വേഷിക്കുന്നത് നിർത്തരുത്, ശ്രമം നിർത്തരുത്. കാത്തിരിപ്പുകൾ നിങ്ങളെ തളർത്താതിരിക്കട്ടെ. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നാം പോകണം. ഇന്നടഞ്ഞിരിക്കുന്ന ഒരു വാതിൽ നാളെ തുറക്കാം. ഇന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം നാളെ വ്യക്തമായേക്കാം. ഇന്ന് കാണാത്ത ഒരു വഴി നാളെ ദൈവം കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ എന്നും സൂക്ഷിക്കുക. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ വഴികൾ തുറക്കുകയും അടഞ്ഞ വാതിലുകൾക്കിടയിലും
പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ആശ്വാസവും ശക്തിയും വിശ്വാസവും സംരക്ഷണവും നൽകട്ടെ. ആമേൻ.